മമ്മൂട്ടി നായകനായ എത്തിയ ചിത്രമാണ് ഗ്യാങ്സ്റ്റർ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് തുകയായിരുന്നുവെന്ന് പറയുകയാണ് നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള. ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ചിത്രമായിരുന്നതിനാൽ തന്നെ ആ കാലത്തെ റെക്കോർഡ് തുകയാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് സന്തോഷ് ടി കുരുവിള ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഭീഷ്മപർവം എന്ന സിനിമ മമ്മൂക്കയുടെ ഒരു ഗംഭീര ചിത്രമായിരുന്നു. ബിഗ് ബി കഴിഞ്ഞ് മമ്മൂക്കയും അമൽ നീരദും തമ്മിൽ ചേരുന്ന സിനിമയ്ക്ക് സത്യത്തിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആഷിക് കപൂറും മമ്മൂക്കയും ചേർന്ന് ചെയ്ത ഡാഡി കൂൾ. ആ സിനിമ കഴിഞ്ഞ് ആഷിക് കപൂറും മമ്മൂക്കയും ഒരുമിച്ചത് ഗ്യാങ്സ്റ്ററിലായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയും ജനങ്ങൾ കാത്തിരുന്നു. ഗ്യാങ്സ്റ്ററിന്റെ ഒന്നാം ദിവസത്തെ കളക്ഷൻ മലയാളം ഇൻഡസ്ട്രിയിലെ അതുവരെയുള്ള ഏറ്റവും വലിയ കളക്ഷനായിരുന്നുവെന്നും സന്തോഷ് ടി കുരുവിള പറയുന്നു. അതായത് അക്കാലത്തെ ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡാണ് താൻ ഉദ്ദേശിച്ചത്. കാരണം ജനം ഏറെ പ്രതീക്ഷിച്ചിരുന്ന സിനിമയായിരുന്നു അതെന്നും സന്തോഷ് ടി കുരുവിള പറയുന്നു. ആഷിക് കപൂർക്ക് രണ്ടാമത്തെ ചിത്രമായിരുന്നു 2014 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ. പല കാരണങ്ങളാൽ സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോയിരുന്നു. 8 കോടി ബജറ്റിലായിരുന്നു ചിത്രം ഒരുങ്ങിയത്. വമ്പൻ പ്രതീക്ഷയുമായെത്തിയ ചിത്രത്തിന് പക്ഷേ ആരാധകരെ തൃപ്തിപ്പെടുത്താനായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.